ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ അവള് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടിയായിരുന്നു. എപ്പോഴും കളിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, വൈകിട്ടുകളിൽ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ദൈവത്തോട് അടുത്ത് നിന്ന് ആണ് അവളുടെ ഈ കരിയറൊക്കെ അവൾ മുന്നോട്ട് കൊണ്ടുപോയത്. എപ്പോഴും എവിടെ എത്തിയാലും ബൈബിളും ഒക്കെ കയ്യിലുണ്ടാവും, വായിക്കാനും അതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് അവള്. അച്ഛൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് തന്നെയാണ് അവൾ ഇന്നിപ്പം ഈ പുരസ്കാരം നേടി ഈ നിലയിൽ നിൽക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ 5 വയസ്സിൽ തന്നെ അവളുടെ ടാലന്റ് മനസ്സിലാക്കി എയർലി ഗെയിമായ ഈ ബാഡ്മിൻ്റണിലേക്ക് എത്തിച്ചേർന്നു. അതിൽ കുട്ടിക്ക് നല്ല സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് വിജയിക്കണം, സമ്മാനം കിട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. അതിനുവേണ്ടി അവളെ എന്തും ചെയ്യും, എന്തും പരിശ്രമിക്കും, എത്ര നേരം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായിരുന്നു. പഠനത്തോടൊപ്പമാണ് ഈ കരിയർ മുന്നോട്ട് നന്നായി കൊണ്ടുപോയത്. അച്ഛൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ 2 മക്കളെയും ഇതിലേക്ക് ഇറക്കി. അവരുടെ അതിലെ കൂടുതൽ ശ്രദ്ധ നമ്മുടെ കുടുംബത്തിന്റെ മറ്റ് പല ആവശ്യങ്ങളും നമ്മൾ പലപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതായിരുന്നു പൂർണ്ണ ശ്രദ്ധ. ഇതിനു മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അതിൽ കൂടെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ വളരെ ചുരുക്കി മറ്റാവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് അത് സേവ് ചെയ്ത് അങ്ങനെയായിരുന്നു ഓരോ റാങ്കിങ് മത്സരങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ചെറിയ പ്രായത്തിലെ ബാഡ്മിന്റണിലേക്ക് കൊച്ചിനെ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം വോളിബോൾ കോർട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ചെറിയ പ്രായത്തിൽ കളി കണ്ട് നടന്ന കുട്ടിക്ക് വോളിബോൾ ഒന്നും പരിശീലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ കളിക്കാൻ പറ്റിയ ഏക ഗെയിം ബാഡ്മിന്റൺ ആണെന്ന് തോന്നി. അങ്ങനെ ബാറ്റെടുത്ത് തട്ടി കളിച്ചു. 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ആദ്യമായിട്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു അണ്ടർ 11. അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചു. അടുത്ത വർഷവും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയപ്പോൾ അണ്ടർ 11 തന്നെ ചാമ്പ്യനാവുക ചെയ്തു. 8ാം വയസ്സിൽ തന്നെ അണ്ടർ 11 ചാമ്പ്യനായി. അതിനുശേഷം തുടർച്ചയായ പരിശീലനം കൊടുത്തു. കാരണം ആ രംഗത്ത് റിസൾട്ട് വരുന്നതനുസരിച്ച് കൂടെ റാങ്കിങ് ടൂർണമെന്റുകൾക്ക് പോകേണ്ടി വന്നു. സെന്റ് ജോസഫിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അണ്ടർ 30 വിഭാഗത്തിൽ ആദ്യമായിട്ട് നാഷണൽ പങ്കെടുത്തതാണ് കൊച്ചിന്റെ ആദ്യത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. UPയിൽ എത്തിയപ്പോഴത്തേക്കും എന്നും മത്സരം നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള ഇൻഡോർ ഒന്നും നമ്മുടെ ഈ ഭാഗത്തോ ഇല്ല. അതുകൊണ്ട് ഒരു ഇൻഡോർ ഉണ്ടാക്കി. അങ്ങനെ ഏത് മഴക്കാലത്ത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വന്നു. എന്നാലും നമ്മൾ ക്ലേ കോർട്ടായിരുന്നു. നമ്മൾ ടൂർണമെന്റ് കളിക്കുന്നതെല്ലാം വുഡൻ കോർട്ടിലും ഫെദർ കോക്കിലുമായിരുന്നു അന്ന്. ഇതിൽ നിന്ന് പരിശീലിച്ചിട്ടും അവിടെ ചെല്ലുമ്പോൾ മുൻപന്തിയിലെത്തുന്നു. അത് നമുക്ക് പോസിറ്റീവ് എനർജി തന്നു. ആദ്യമായിട്ട് നാഷണൽ മെഡൽ നേടുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതിനുശേഷം എൻ്റെ സുഹൃത്തായ കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക മേധാവി ഡോക്ടർ അനിൽ രാമചന്ദ്രൻ സാറാണ് പറഞ്ഞത് കുട്ടിക്ക് ഭാവിയുണ്ട്, അതുകൊണ്ട് നല്ല വിദഗ്ധ പരിശീലനം നേടണം. അങ്ങനെ വുഡൻ കോർട്ടിലും ഫെദർ കോക്കിലും ആയിട്ട് പരിശീലനം മാറ്റി. അതിന് മുന്നേ നൈലോൺ കോക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ മാറ്റം സാറിൻ്റെ അടുത്ത് ചെന്ന് ആ വർഷം തന്നെ സംസ്ഥാന സീനിയർ ടീമിൽ 8ാം ക്ലാസ്സിൽ നിന്ന് റണ്ണറപ്പും 9ലെത്തിയപ്പോൾ ചാമ്പ്യനുമായി. +1 കഴിഞ്ഞപ്പോൾ 2000 ട്രിസ ഗോപിചന്ദ് അക്കാദമിയിലേക്ക് സീനിയർ ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് പിന്നെ സീനിയർ ലെവലിൽ ഇന്റർനാഷണൽ ലെവൽ മെഡലുകളും എല്ലാം നേടിക്കുവാൻ സാധിച്ചത്. അതിൽ ഗോപിചന്ദ് സാറിൻ്റെ മകൾ ഗായത്രി ഗോപിചന്ദാണ് ട്രിസയുടെ കൂടെ ഡബിൾസിന്റെ പാർട്ണർ. എക്സ്പെൻസീവ് ഗെയിമാണ് ബാഡ്മിന്റൺ. കാരണം ട്രെയിനിങ്ങിന് തന്നെ ഒരു പൈസ മുടക്കണം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ട്രെയിനിങ്ങിന് പ്രത്യേകിച്ച് ഒരു സാമ്പത്തികം മുടക്കിയിട്ടില്ല. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. പിന്നീട് ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം അനിൽ സാറും ചെയ്യിപ്പിച്ചു. അതിനൊന്നും കോച്ചിങ് ഫീസ് ഒന്നുമില്ല. ബാക്കി സാധാ ചെലവുകൾ എങ്ങനെയാണേലും വഹിക്കേണ്ടതുണ്ട്. കാർഷിക മേഖല റബ്ബറെല്ലാം വെട്ടി അതുകൊണ്ട് ഒപ്പിച്ചൊക്കെ പോകും. നാഷണൽസിനൊക്കെ പോകുമ്പം കുറേയൊക്കെ എൻ്റെ സുഹൃത്തുക്കളും അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ യൂറോപ്പിൽ അവരുടെ അടുത്തൊക്കെ നിന്നിട്ടാണ് പല ടൂർണമെന്റുകൾക്കും ഡൽഹിയിലും ഹൈദരാബാദും ഒക്കെ പോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട, അല്ലാതെ എല്ലാവരും ഫ്ലൈറ്റിലും 3 സ്റ്റാറിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സാധാ ലോഡ്ജിലൊക്കെ നിൽക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ സാധാ ഗ്രാമത്തിൽ നിന്ന് പോകുന്നവരും അല്ലേ. അപ്പം നമുക്ക് അതിൽ അങ്ങനെയൊക്കെ നിൽക്കാനും പറ്റും. ഇതിൽ നിന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. മോളുടെ അവിടെ കളി തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് TV-യിൽ കളി വാച്ച് ചെയ്യുന്നുണ്ടാവും. മരിയയും ട്രിസേനെയും ഒരുമിച്ചാണ് ഈ ഫീൽഡിലേക്ക് നമ്മൾ ഇറക്കിയത്. മരിയ ഏകദേശം ഒരു +2 വരെ 7 തവണ കേരള സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ചിട്ടുണ്ട്. +2 വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഏകദേശം കളിയൊക്കെ ഒന്ന് നിർത്തി പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയത്. BSc നേഴ്സാണ് പഠിച്ചത്. അവിടുന്നും പല മത്സരങ്ങൾ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി മത്സരങ്ങളും നാഷണൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. നമ്മളിവിടെ ഒരു കോർട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ്
ഇവിടെ ബാഡ്മിന്റൺ നമ്മുടെ ഈ പഞ്ചായത്തിലും നമ്മുടെ ഈ ബ്ലോക്കിലും എല്ലാം ആയത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 8 കോർട്ടോളം ഉണ്ട് ഇപ്പോൾ. പണ്ട് ഒരു 8 വർഷം 9 വർഷം മുന്നേ കോർട്ടുകളൊന്നുമില്ല. അത് ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത് വരെ നമ്മൾ ഭയങ്കര എഫർട്ട് എടുക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ എത്തുമ്പോൾ അതിന് സർക്കാരും അതിന് വേണ്ടപ്പെട്ട അധികാരികൾ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ ഈ ഗെയിം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക്.